ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വായ തുറക്കരുത്. വായ തുറക്കാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. കാണാനൊക്കെ നല്ല വലുപ്പമൊക്കെ ഉണ്ട്. പക്ഷെ വായ തുറന്നാൽ വെറും വിഡ്ഢിത്തരവും അല്പത്തരവും മാത്രമേ പറയുള്ളൂ. ഇങ്ങനെ ഞങ്ങൾ മലപ്പുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ തൊള്ള തുറക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. ശുദ്ധനാണ്, സത്യസന്ധനാണ്, പാവമാണ്, ഒക്കെയാണ്. പക്ഷേ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന പ്രയോഗം തന്നെ ഉണ്ടായത് സുരേഷ് ഗോപിയെ ഉദ്ദേശിച്ചാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. അല്പത്തരത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ നിൽക്കുക. ഇപ്പം ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ കമ്മീഷണർ സിനിമയിലെ ഭരചന്ദ്രൻ IPS എന്ന കഥാപാത്രത്തിൻ്റെ ഡയലോഗ് കാച്ചുന്നു. എവിടെത്തി? എന്താ ഇയാളെ നിലവാരം? ഈ മിമിക്രി കാണിക്കാനാണോ ഇങ്ങനെ പൊതുപരിപാടിക്കകത്ത് കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ വന്നപ്പോൾ പരിപാടി പങ്കെടുക്കുമ്പോൾ അദ്ദേഹം മറ്റുള്ള പല കാര്യങ്ങളല്ലേ പറയേണ്ടത്? ചുമ്മാ അല്ല ഇയാളെ ആൾക്കാർ ഷിറ്റ് കോപ്പി എന്ന് വിളിക്കുന്നത്. ചോദിച്ചു പഠിക്കുന്ന, കാരണം അതിലെ ഷിറ്റും പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ ഇപ്പോഴും കമ്മീഷൻ സിനിമയിലെ മോഹൻ തോമസിൻ്റെയും മറ്റേ തോമസിൻ്റെ ഒക്കെ കഥ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയൊക്കെ എന്താ വെച്ചാൽ ഈ കമ്മീഷൻ സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ കഥാപാത്രം തലക്കങ്ങ് പിടിച്ചു പോയി. പുള്ളിയുടെ വിചാരം പുള്ളിക്ക് IPS ഉണ്ടെന്നാ. IPS ഉണ്ടെന്നുള്ള മട്ടിലെ പുള്ളിയുടെ നടത്തം. അങ്ങനെ പുള്ളി ഭരചന്ദ്രൻ IPSൻ്റെ ഹാങ് ഓവർ വിട്ടു മാറിയിട്ടില്ല പുള്ളി ഇപ്പോഴും. ഇപ്പോൾ സെപ്റ്റംബർ 6-ാം തീയതി പുള്ളിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുകയാണ്. അത് നടക്കോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. നടക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ കേന്ദ്രമന്ത്രി സ്ഥാനം, അല്ലെങ്കിൽ ഇവിടെ നടൻ. രണ്ടിലൊന്നേ നടക്കുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം എന്ന് വെച്ചാൽ ഈ വായി തോന്നിയത് മുഴുവൻ വിളിച്ചു പറയും. ഇപ്പോൾ വിഷു കൈനീട്ടം കൊടുത്തപ്പോൾ സ്ത്രീകളെ കൊണ്ട് ലൈനായിട്ട് നിർത്തിച്ച് ഇദ്ദേഹം കാറിൽ തമ്പ്രാനെ പോലെ ഇരിക്കുന്നു. എന്നിട്ട് കൈനീട്ടം കൊടുക്കുന്നു, അവർ കാല് തൊട്ട് വണങ്ങുന്നു. ഇത് വീഡിയോ എടുത്ത് PR വർക്ക് നടത്തിയ ആളാ. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് വീഡിയോ എടുത്തെങ്കിലും ആ വീഡിയോ പുറത്തിടരുത്, ഏറിയല്ലേ എന്നെങ്കിലും പറയാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടായില്ല. ഞാൻ വലിയ പൊങ്ങാന്നും പറഞ്ഞ് നിൽക്കുക. പഴയ ആ ഒരു തമ്പ്രാൻ മട്ടിലിങ്ങനെ നിൽക്കുക. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ് നിന്ന ആളാ. പറയുന്നത് എന്താണെന്ന് ഒരു ഇത്തിരി പോലും. പിന്നെ നമ്മളൊക്കെ ഇതിന് പലപ്പോഴും മിണ്ടാതിരിക്കുന്നതും BJP കേന്ദ്ര നേതൃത്വം കണ്ണടയ്ക്കുന്നതിൻ്റെയും കാരണം ബുദ്ധിക്കുറവ് ഒരു കുറ്റമല്ലാത്തതുകൊണ്ടാണ്. ബുദ്ധിക്കുറവ് ഇത്ര വലിയ കുറ്റമൊന്നുമല്ല, അത് അപരാധമല്ല, അതില്ല. ആ സാധനം വിലയ്ക്ക് വാങ്ങാനും പറ്റില്ല. ബുദ്ധി കൂടാനുള്ള മരുന്നൊന്നും ഇപ്പം തൽക്കാലം ഇവിടെ നമ്മുടെ നാട്ടിലില്ല. ഒക്കെ തട്ടിപ്പ് പരിപാടികളാണ്. അദ്ദേഹം ഈ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള പരിപാടിയൊന്നും BJPക്ക് അത് നടക്കൂല. CPM-നെയും മുസ്ലിം ലീഗിനെയും പോലെ തന്നെയുള്ള ഒരു കേഡർ രീതിയിൽ പോകുന്ന ഒരു പാർട്ടിയാണ് BJP. സംഘടനാപരമായ ചില സിസ്റ്റത്തിനകത്ത് നിൽക്കുമ്പം അതിനനുസരിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു, മുമ്പൊരിക്കലും സ്റ്റോറിയിൽ പറഞ്ഞതാ, PC ജോർജിന് വായ തുറക്കൂല, PC ജോർജിന് താക്കീത് കൊടുത്തു എന്ന്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുമ്പോൾ മാണി ഗ്രൂപ്പിലാകുമ്പോഴും ജോസഫ് ഗ്രൂപ്പിലാകുമ്പോഴും സ്വന്തം പാർട്ടി ആകുമ്പോഴും ഒക്കെ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നു. LDF-ലാകുമ്പോഴും UDF-ലാകുമ്പോഴും. ഇപ്പം ലോക്കിട്ടു, മിണ്ടരുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിച്ചോളൂ എന്നുള്ള പാർട്ടി നേതൃത്വം നേരിട്ട് പോലും അല്ല അറിയിച്ചത്. പ്രകാശ് ജാവ്ദേക്കർ മുഖേനയാണ് പറഞ്ഞത്. ഇങ്ങനെ അമിത്ഷായെ നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി അപ്പോയിൻമെന്റ് നോക്കിയിട്ട് പോലും നടന്നില്ല. കാരണം അതിന് മാത്രമൊന്നും ജോർജ് ഇല്ല. ജോർജ് കരുതി കേരളത്തിൽ BJPയിലേക്ക് അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ ജോർജിനെ ആകെ പൊക്കി സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ് എന്നുള്ള രീതിയിൽ ക്രിസ്ത്യാനി ഉണ്ടോ എന്നാണല്ലോ കൊണ്ടു നടക്കുന്ന കരുതി. ആ ജോർജിന്റെ നാക്കിന് ലോക്കിട്ടതുപോലെ തന്നെ. കാരണം ഇനിയും സംസാരിച്ചു കഴിഞ്ഞാൽ എടുത്ത് ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു ജോർജിനോട്. മിണ്ടാതെ അവിടെ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ മോനെങ്കിലും സംസ്ഥാന നേതൃത്വത്തിലോ അതല്ലെങ്കിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റായിട്ടോ കൊണ്ടുവരാം. അടുത്ത നിയമസഭയിൽ മോനോ സീറ്റ് കൊടുക്കാം എന്നുള്ളത്, ജോർജിനും പൂഞ്ഞാർ സീറ്റും കൊടുക്കാം എന്നുള്ളൊരു പറച്ചിൽ പറഞ്ഞു. വേണമെങ്കിൽ, മര്യാദയ്ക്കാണെങ്കിൽ, അടങ്ങി ഒതുങ്ങിയിരുന്നാൽ. അതല്ല പണ്ടത്തെ കയ്യിലിപ്പം കൊണ്ട് BJPക്കകത്താണെങ്കിൽ നടക്കൂല, എടുത്ത് പുറത്തേക്ക് ഇടുന്നു പറഞ്ഞു. ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇനി പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുമ്പിൽ പിന്നീട് ശൂന്യത മാത്രമേ ഉള്ളൂ. LDF എടുക്കൂല, 1 കോടി തരാമെന്ന് പറഞ്ഞാലും LDF എടുക്കൂല, UDF എടുക്കൂല. ഈ വിഴുപ്പ് ചുമക്കാൻ ആരും തയ്യാറാവില്ല. അതേ അവസ്ഥയ്ക്ക് സുരേഷ് ഗോപി സ്വയം നടന്നെടുക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളെല്ലാം. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു യോഗത്തിൽ സംസാരിച്ചു. ഞാൻ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പെർമിഷന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ലിസ്റ്റുകൾ പരിശോധിച്ചു. 22 പ്രൊജക്റ്റോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഇതെടുത്തിട്ട് അമിത്ഷാ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു. അമിത്ഷായും അതിൽ പ്രതിഷേധത്തിലാണ്. അതിൽ നീരസമുണ്ട്. പ്രതിഷേധം നല്ല നീരസമുണ്ട്. അവർക്ക് പ്രതിഷേധിക്കാനും മാത്രമൊന്നും സുരേഷ് ഗോപി വളർന്നിട്ടില്ലല്ലോ. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു MP ജയിച്ചു വന്നു, ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തു. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം അനുവാദം തന്നില്ലെങ്കിൽ മന്ത്രിസ്ഥാനം പോയാലും എനിക്ക് കുഴപ്പമില്ല, എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. പറഞ്ഞത് കേട്ടാത്തൊന്നും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് ഇങ്ങനെ NIA വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി ബലമായി ഭീഷണിപ്പെടുത്തി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചാണെന്ന്. അപ്പോൾ ഈ ചങ്ങായിക്ക് പറഞ്ഞുകൂടായിരുന്നോ, മോദിജി
എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടണമെന്ന ഡിമാൻഡ് ആദ്യം പറഞ്ഞുകൊണ്ടായിരുന്നു. എനിക്ക് സിനിമാ പ്രവർത്തനവും കൂടെ കൂട്ടത്തിൽ തുടരാൻ പറ്റുന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്കും വരുന്നുള്ളൂ, ഇല്ലെങ്കിൽ എന്നെ പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നോ? ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ മറ്റൊരു മന്ത്രി ഉണ്ടല്ലോ കേരളത്തിൽ നിന്ന്, ആവശ്യമില്ലാത്തൊരു കാര്യവും ചെയ്യുന്നില്ലല്ലോ, സൈലന്റ് അച്ചീവറാണ് പുള്ളി, കെയറാണ് പുള്ളി, വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. വയനാട് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അല്ല വിട്ടത്, കാരണം ഇങ്ങനെ പോയിട്ട് മണ്ടത്തരവും പൊട്ടത്തരവും കാണിക്കുന്നുള്ളത് നരേന്ദ്രമോദിക്ക് അറിയുന്നുണ്ട്. PM ഓഫീസ് നേരിട്ട് അത് പിന്നെ മോണിറ്റർ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ കേന്ദ്ര ഏജൻസികളുടെ കോർഡിനേഷന്റെ ചുമതല ഏൽപ്പിച്ചത് ജോർജ് കുര്യനെയാണ്. മാത്രമല്ല അതാത് സമയത്ത് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഒച്ചയും വിളിയും ബഹളമൊന്നും ഉണ്ടാക്കാനോ ഇമാരി ഡയലോഗ് അടിക്കാനോ നിൽക്കുന്നില്ല. വളരെ പാകതയിലും പക്വതയിലും ഒക്കെ പോകുന്ന മാന്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. സുരേഷ് ഗോപിക്ക് എന്താണെന്ന് എനിക്കറിയില്ല, വയസ്സത്രയായില്ലേ, ആളെയും പറഞ്ഞില്ല, പാവമാണ്. ലക്ഷ്മി മോളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം ഇങ്ങനെ തന്നെ നാക്കുകൊണ്ടില്ലാണ്ടേക്കും. അതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെട്ടു എന്ന് മന്ത്രിസ്ഥാനത്ത് മാറിയാൽ. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ PTD ആചാരി, പഴയ ലോക്സഭാ സെക്രട്ടറി ആയിരുന്ന PTD ആചാരി വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്ന്, സിനിമയിൽ അഭിനയിക്കുന്നതിന് പ്രതിഫലം മേടിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയോ സംസ്ഥാന മന്ത്രിയോ ആയിരിക്കുന്ന ആൾ പണം സമ്പാദിക്കുന്ന മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാൻ പാടില്ല, വേറെ ഒരു മണിയിലും പോകാൻ പാടില്ല എന്നുള്ളതാണ് നിലവിലുള്ള ചട്ടം. അത് വെച്ച് അദ്ദേഹത്തിന് അനുമതി കിട്ടാൻ സാധ്യതയില്ല. പിന്നീട് അത് ഭേദഗതി വരുത്താൻ പറ്റുന്നത് ആകെ പ്രധാനമന്ത്രിക്കാണ്. പ്രധാനമന്ത്രി ഒരാൾക്ക് വേണ്ടി ഭേദഗതി വരുത്തിയാൽ നാളെ വേറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യും. ഇത് സിനിമയിൽ അഭിനയിച്ച് പൈസ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും കമ്പനിയുടെ ഇപ്പോൾ അഭിഭാഷകനായ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് പോയിക്കൂടെ? ചോദ്യമല്ലേ ഇത്? അല്ലെങ്കിൽ നല്ല പിന്നെ ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ള ആളാണ്, MPhil ഡിസ്കണ്ടിന്യൂ ചെയ്തതാണെന്നേ ഉള്ളൂ. അവർക്ക് ഒരു പിന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കൂടെ? അതിന് മാസത്തിൽ 2 ദിവസം അവിടെ പോയിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ഉണ്ടായിക്കൂടെ? ഇത് ചെയ്യാം. അപ്പോൾ എല്ലാവരും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കൊടുങ്ങും എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലം. വേറൊന്നും അദ്ദേഹം പറഞ്ഞൊരു വിഡ്ഢിത്തരം. ഞാൻ ഇനി പരിപാടികളിൽ എന്നെ മറ്റുള്ള ഉദ്ഘാടനങ്ങൾക്കോ ബാക്കിയുള്ളതിനൊക്കെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി എന്ന രീതിയിലായിരിക്കില്ല ഞാൻ വരുന്നത്. ഭയങ്കര സംഭവമായിട്ടാണ്, ബോഡി ലാംഗ്വേജ് ഒക്കെ കാണണം ഞാൻ വരുന്നത്. ഇപ്പോൾ പ്രത്യേക മേക്കപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുഖത്ത്, താടിയും പിന്നെ മീശ കറുപ്പിച്ച് താടി വെളുപ്പിച്ച് പ്രത്യേകം മോഡലിലേക്ക് വരുന്നത്. അതൊക്കെ പുള്ളിയുടെ സ്വാതന്ത്ര്യം, എന്തോ ആവട്ടെ. താടി വെക്കുകയോ വെക്കാതിരിക്കുകയോ മുട്ടയടിക്കുകയോ എന്നെ പോലെ അങ്ങനെയൊക്കെ എന്ത് വേണേലും ചെയ്യട്ടെ. എന്ത് വേണേ, അവനവൻ്റെ മുടി അവനവൻ്റെ ശരീരം അത് അവനവന് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പുള്ളി നാളെ ലിപ്സ്റ്റിക് ഇട്ട് കാണുന്നാലും നമുക്ക് പരാതിയൊന്നുമില്ല. അങ്ങനെ നടക്കുന്നവരുണ്ട്. ക്ഷമിക്കണം. പുള്ളി ഈ പിന്നെ ഞാൻ സിനിമാ നടനായിട്ടായിരിക്കും വരുന്ന, കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിലല്ല, അതിന് ഞാൻ പ്രതിഫലം മേടിക്കും, എന്നിട്ട് ഞാനത് പാവങ്ങളെ സഹായിക്കും. അതൊക്കെ നല്ല മനസ്സാണ്. പക്ഷേ വിവരക്കേടാണ് പറയുന്നത്. അങ്ങനെ പൈസ പുറത്തുനിന്ന് മേടിക്കാൻ പാടില്ല. എന്തായാലും വൈറ്റായിട്ട് മേടിക്കാൻ പറ്റില്ല, ബ്ലാക്ക് ആയിട്ട് മേടിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. വൈറ്റായിട്ട് മേടിക്കാൻ പറ്റില്ല, നിലവിലുള്ള ചട്ടം അതിന് അനുവദിക്കുന്നില്ല. പിന്നെ ഭേദഗതി എടുത്തിട്ട് PM ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പ്രൈം മിനിസ്റ്റർക്ക് അങ്ങനെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചോദിക്കും, ഒരു കീഴ്വഴക്കം, തെറ്റായ കീഴ്വഴക്കമായിട്ട് മാറും. ഇതൊന്നും അറിയാതെയാണ് ഇയാൾ പോയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമാഭിനയമായിട്ട് പോയാൽ പോരായിരുന്നു. എനിക്ക് സ്ഥാനാർത്ഥി ആവണ്ട, ജനപ്രതിനിധി ഒന്നും ആവണ്ട, ഞാൻ പിന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രചാരണത്തിനൊക്കെ എല്ലായിടത്തും പോയിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മേജർ രവിയൊക്കെ അങ്ങനെയല്ലേ ഇത്? MT രമേശ് പോലെ സ്ഥാനാർത്ഥിയാവാൻ പിന്നെ വിമുഖത കാണിച്ചിരുന്നു മുമ്പ്. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. കുമ്മനം മത്സരിക്കുന്ന ആ സമയത്ത്, കുമ്മനാണോ ശ്രീധരൻപിള്ളിയാണോ ആരോ മത്സരിച്ചപ്പോൾ, ആ സമയത്ത് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടല്ലോ. VS സുധീരൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരനായിട്ട് തുടരുന്നു, കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. പക്ഷെ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. വർഷങ്ങളായിട്ട് അദ്ദേഹം പാർലമെന്റ് രംഗത്ത് മാറി നിൽക്കുന്നു. പുതിയ ആൾക്കാർ വരട്ടെ എന്ന് പറഞ്ഞു. അനിലക്കര തൃശ്ശൂരിലെ നിന്നുള്ള വടക്കാഞ്ചേരിയിലെ മുൻ MLA, ഞാൻ 2 തവണയെ മത്സരിക്കുള്ളൂ 2 തവണയെ മത്സരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉറച്ചു വെക്കുക. അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് പോകും. ഒരു തവണയെ ജയിച്ചുള്ളൂ, 2ാമത്തെ തവണ തോറ്റുപോയി. അത് തെറ്റായ വ്യാജമായ പിന്നെ പ്രചാരണങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇയാൾ 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലേ, 3ാമട്ടല്ലേ ജയിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നു, തോക്കുന്നു. 2021 വീണ്ടും നിയമസഭാ മണ്ഡലത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കുന്നു, തോക്കുന്നു. 2024 വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു, ജയിക്കുന്നു. സിനിമയിൽ അഭിനയിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റെടുക്കണ്ടല്ലോ. ഇവിടെ പിന്നെ മണ്ഡലത്തിലെ ഓഫീസ് ഉണ്ടാവും, ഡൽഹിയിലെ ഓഫീസ് ഉണ്ടാവും. ആ സമയത്ത് ഷൂട്ടിങ്ങിൻ്റെ ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ പുറം രാജ്യത്താവും. ആ സമയത്ത് എങ്ങനെ കൊണ്ടു നടക്കും? വിവരക്കേട് ഇങ്ങനെ പറയുകയാണ്. ഇത് പിന്നെ മിക്കവാറും അദ്ദേഹത്തിന് ഇതിൽ തന്നെ അഭിനയത്തിൽ തുടരണം എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 6 ആകുമ്പോഴത്തേക്കും ക്ലൈമാക്സ് നമുക്ക് പ്രതീക്ഷിക്കാം.
വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് ഒരു എക്സ്ക്യൂസ് അവർ കൊടുത്തു വരും, പക്ഷെ തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ. പക്ഷേ സുരേഷ് ഗോപി കിട്ടിയ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി വിവരക്കേട് പറയുന്ന ഇന്ന് ഇന്ത്യയിലെ പിന്നെ കേന്ദ്രമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ വിവരക്കേട് പറയുന്ന, അസംബന്ധങ്ങൾ പറയുന്ന സുരേഷ് ഗോപി അടയാളപ്പെടുത്തപ്പെടുമ്പോൾ രാജ്യത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെടുന്നത് മലയാളികളാണ്. മലയാളികൾ ഇത്രയും വിവരമില്ലാത്തവരാണെന്ന് കരുതും. പിന്നെ ജോർജ് കുര്യൻ ബാലൻസ് ചെയ്യാനോടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തെ മൈൻഡ് ചെയ്യില്ല. BJP-യുടെ ഞാൻ മോദിയുടെ അമിത്ഷായുടെ ആളാണ്, ഞാൻ മോദിയുടെ അമിത്ഷായുടെ ആളാന്ന് പറയും. സുരേഷ് ഗോപി മാത്രമല്ല എന്നേ ജയിച്ചത്. സുരേഷ് ഗോപി ഇത്ര വലിയ സംഭവം ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ എന്നുള്ളത് പറയണ്ട. സുരേഷ് ഗോപി 5 വർഷം സമയം കിട്ടി. തൃശ്ശൂർ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ സമയം കിട്ടി. അപ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിരുന്നു. ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയായിരുന്നു നിന്നത്. 2024 അദ്ദേഹം തന്നെയാണ് തൃശ്ശൂർ സ്ഥാനാർത്ഥി എന്നുള്ളത് നമുക്കൊക്കെ എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും അറിയാം, എല്ലാ തൃശ്ശൂർക്കാർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാം, സുരേഷ് ഗോപിക്കും അറിയാം. അതുകൊണ്ട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു. ബി മുരളീധരൻ അതേപോലെ 5 വർഷം വേണ്ട 2 വർഷം മുമ്പ് ആറ്റിങ്ങലിൽ അവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ, അവിടെ ഒരു ക്യാമ്പ് ഓഫീസിലിട്ട് പ്രവർത്തിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിരുന്നെങ്കിൽ ആറ്റിങ്ങൽ പിടിക്കുമായിരുന്നു അവർ. ശോഭാ സുരേന്ദ്രൻ ഒരു വർഷം മുമ്പ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിക്കാൻ നേരത്തെ ധാരണയുണ്ടാക്കി അവിടെ കേന്ദ്രീകരിച്ച് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി ഘടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറഞ്ഞിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കുമായിരുന്നു. കൃഷ്ണകുമാറിനോട് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അതും പിടിക്കുമായിരുന്നു. ഈ സീറ്റുകളൊക്കെ കിട്ടുമായിരുന്നു. എന്തിന്? രാജീവ് ചന്ദ്രശേഖരനെ എന്നോട് TP സെൻകുമാർ സാർ പറഞ്ഞത്, മുൻ DGP, ഒരു 2 മാസം മുമ്പെങ്കിലും പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കുമായിരുന്നു. മഹാത്ഭുതം ഒന്നായിട്ടൊന്നും കാണണ്ട. ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഹി ഗോട്ട് മോർ ദാൻ ഇനഫ് ടൈം. അത് കിട്ടി. അപ്പം നിരന്തരം അവിടുത്തെ പ്രാദേശിക പരിപാടികളിലും ബാക്കിയുള്ളതിലും ജനങ്ങളുടെ ഇടയിലൊക്കെ നിരന്തരമായിട്ട് ഇടപെടാൻ പറ്റി. അതിൻ്റെ ഭാഗമായിട്ടാ ഇതിങ്ങനെ എൻ്റെ മുടുക്കൊണ്ട് മാത്രം നേരിടരുത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി കിട്ടിയിട്ടുള്ള വോട്ടുണ്ട്. അത് ഒന്ന് സഹതാപമാണ്. അത് ഇവരുടെ മൗദൂദികളുടെയും കമ്മികളുടെയും വിവരക്കേട് കൊണ്ട് കിട്ടിയതാണ്. ഒരു മാധ്യമ പ്രവർത്തക, മകളെക്കാൾ പ്രായം കുറഞ്ഞ മാധ്യമ പ്രവർത്തകരെടുത്ത് സംസാരിച്ചപ്പം തോളം തട്ടി, ഒരു പിതാവിൻ്റെ പിതൃവാത്സല്യത്തോടുകൂടി തോളം തട്ടി സംസാരിച്ചപ്പം അതിനെ പീഡനമാണെന്ന് പറഞ്ഞത് ഇത്രയും ക്യാമറയുടെ മുമ്പെന്നേ. അങ്ങനെയൊക്കെ ആരോപിക്കുമ്പോൾ ആൾക്കാർക്ക് പ്രതിഷേധം ഉണ്ടാവും. അതിൽ കാരണം ചെയ്യാത്തൊരു കുറ്റത്തിന് പീഡന കേസിൽ കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സഹതാപമൊക്കെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്രൈസ്തവ സമൂഹത്തിനുള്ള വിഷയം, കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, സുനിൽകുമാർ നല്ല ഏബിൾ കാൻഡിഡേറ്റ് ആയിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, ഈ കാരണം കൊണ്ടാ. അത് മനസ്സിലാക്കണം. ഞാനില്ലെങ്കിൽ ഒന്നുമില്ല, എന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് മാറ്റിയാൽ ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് സിനിമ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ചത്തുപോയാലും നഷ്ടം തന്നെയാണ്. കാരണം ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാത്രമല്ല MP സ്ഥാനത്ത് നിന്നും കൂടി രാജിവെക്കുകയാണ് ഇതിനേക്കാളും നല്ലത്, ഉത്തമം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. കാരണം ഇമ്മാതിരി വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അംഗീകരിച്ച ആളുകൾ പോലും തള്ളിപ്പറയുന്നൊരവസ്ഥയിലേക്ക് എത്തും. അതേപോലെ തന്നെ സംഘടനാ സംവിധാനത്തിനകത്ത് ഒതുങ്ങി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള വഴികൾ, BJP-ക്കകത്ത് മുന്നോട്ടുള്ള ഭാവി അത്ര ശുഭകരമായിരിക്കില്ല എന്ന് വിനയത്തോടു കൂടി സുരേഷ് ഗോപിയെ ഓർമ്മപ്പെടുത്തുകയാണ്.